നമസ്കാരം, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കൽ കൂടി ഒരുമിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു മലയാളിക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. കാരണം നമുക്ക് അത്രത്തോളം ഇഷ്ടമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരേ സിനിമയിൽ കാണുകയും അവരുടെ മത്സരിച്ചുള്ള അഭിനയവും ഒക്കെ കാണാൻ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരുമിച്ച് ഇത്രയും ഏറെ സിനിമകൾ അഭിനയിച്ചേക്കുന്ന, അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഇത്രയും സിനിമകൾ അഭിനയിച്ചേക്കുന്ന മറ്റ് നടന്മാരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇന്ത്യൻ സിനിമയുടെ കേസിലെടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് ഇത്രത്തോളം സിനിമ, 2 സൂപ്പർ സ്റ്റാറുകൾ, 52ഓളം അതിന് മുകളിൽ ചിത്രങ്ങൾ, 50-ന് മുകളിൽ ചിത്രങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കറിയാം, മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അമ്മ സംഘടന ചെയ്യുന്ന ചിത്രമാണ്. അതല്ല നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഇത് മറ്റൊരു തിരിച്ചുവരവും കൂടിയാണ്. ഫാസിലിൻ്റെ 2ാം ഇന്നിങ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം വീണ്ടും ഡയറക്ഷനിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അറിയുന്നത്. ഇത് വേറെ എങ്ങൊന്നും കിട്ടിയ വാർത്തയല്ല. ഇത് അദ്ദേഹം തന്നെ ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത വാർത്ത തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം പറയേണ്ട ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ലീഡ് റോളിലാക്കിക്കൊണ്ട് തന്നെ. അതും അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ചിത്രം എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമയായ ഫേസ് ഓഫ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏകദേശം സാമ്യമുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ റീമേക്ക് ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം അതേപോലെ ഒരു ചിത്രമായിരിക്കും എന്നാണ്. ഫേസ് ഓഫ് എന്ന ചിത്രം ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം. നായകനും വില്ലനും ഒക്കെ തുല്യ പ്രാധാന്യം, അതായത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എന്നാലും കേട്ട അറിവിനകത്തിൽ നായകനും വില്ലനും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമൊക്കെ മാറി വെച്ച് അങ്ങനെയുള്ളൊരു കഥയാണ്. നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ചെയ്യാം. ഇതിനകത്തിൽ ഫാസിൽ പറയുകയാണ് അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം അദ്ദേഹം ഒരു പടം ചെയ്യുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഉറപ്പിക്കാം. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫാസിലിനെ പോലെ ഒരു ഡയറക്ടർ പറയുമ്പോൾ ഒരു പക്ഷേ അതൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. 1998 ഹരികൃഷ്ണൻസിലൂടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈക്വൽ റോള് കൊടുത്ത് അദ്ദേഹം ഒരു ചിത്രമിറക്കി. അത് അതിഗംഭീരമായ വിജയമായിരുന്നു. ഇന്നും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറുന്നു. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാലിനെ ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫീൽഡിലേക്ക് മോഹൻലാൽ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫാസിലിൻ്റെ ചിത്രത്തിലൂടെ തന്നെയാണ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിനു മുമ്പ് ഒരു സിനിമ അദ്ദേഹം അഭിനയിച്ചിരുന്നു, എന്നാലും അത് റിലീസായിരുന്നില്ല. പക്ഷേ മോഹൻലാൽ വന്നത്, നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ വന്നത് ഫാസിൽ ചിത്രത്തിലൂടെ തന്നെയാണ്. അതേപോലെ തന്നെ മമ്മൂട്ടിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന വ്യക്തി തന്നെയാണ് ഫാസിൽ. അവരുടെ കൂട്ടുകെട്ടിലും മികച്ച സിനിമകളുണ്ടായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ ചിത്രം ഒരു ടൈമിൽ മമ്മൂട്ടി ഡൗൺ ആയിരുന്ന സമയത്ത് പപ്പയുടെ സ്വന്തം അപ്പൂസിലൂടെ തിരിച്ചു വരികയും അതിഗംഭീരമായ ഒരു മുന്നേറ്റം നടത്തുകയും ചെയ്ത ചിത്രമാണ്. 300 ദിവസങ്ങൾക്ക് മുകളിലോടിയ ചിത്രം. അതേപോലെ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ്, മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ക്ലാസിക് എന്ന് തന്നെ നമുക്ക് പറയാം. അതും 300 ദിവസത്തിന് മുകളിലോടിയ ചിത്രം. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതും മമ്മൂട്ടിയുടേതാണെങ്കിൽ നമുക്ക് മറ്റൊരു ചിത്രം എടുത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ്. അതേപോലെ തന്നെ പിന്നീട് മമ്മൂട്ടിയുടെ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും ഫാസിൽ തന്നെയായിരുന്നു. അപ്പം നമ്മളിവിടെ വളരെയധികം ഒരു എക്സ്പെക്റ്റേഷനാണ്. ഫാസിൽ, മമ്മൂട്ടിയും മോഹൻലാൽ ടീം ഒരുമിക്കുമ്പോൾ അതിഗംഭീരമായ അല്ലെങ്കിൽ അതിശക്തമായ ഒരു സിനിമ നമുക്കിവിടെ കാണാം. കാരണം എല്ലാ ഫാൻസിനെയും, മമ്മൂട്ടി ഫാൻസിനെയും മോഹൻലാൽ ഫാൻസിനെയും ഒക്കെ ഏറെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വേഷമായിരിക്കും. അതിനകത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുമുണ്ട്, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈക്വൽ റോള് കൊടുക്കുന്ന ഒരു കഥയായിരിക്കും എന്നുള്ളത്. അതാണ് ഫേസ് ഓഫ് എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് തന്നെ പരാമർശിക്കപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അതിൻ്റെ സെയിം ആയിരിക്കണം എന്നില്ല, പക്ഷെ അതേപോലെ ഒരു മോഡ് തന്നെ ആയിരിക്കാം, അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ സെയിം കഥയായിരിക്കണം എന്നില്ല. കാരണം അങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹോളിവുഡ് സിനിമ ചെയ്യുന്ന ലെവൽ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അത് മാത്രമല്ല അതിനോട് സാമ്യം ഉണ്ടാവുന്നതായിരിക്കാം. അപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ടാകുന്നു. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും, അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് തകർത്തഭിനയിക്കുന്ന ഒരു ചിത്രം. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഗ്രേറ്റ് മീഡിയാസ്.